പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു പോകാനുള്ള ധൈര്യവും സ്വാതന്ത്ര്യവും നമുക്ക് തന്നത് യേശുക്രിസ്തുവാണ്. ലോകത്തിലെല്ലാവർക്കും കർത്താവിന്റെ അടുക്കലേക്ക് പോകാനുള്ള പുതുവഴി തുറന്നു തന്നെങ്കിൽ ഹെബ്രായ ലേഖനം 4-ാം അധ്യായം 16-ാം തിരുവചനം പറയുകയാണ്, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തു ചെല്ലുക. കൃപാസനത്തിലേക്ക് കടന്നു പോകാനുള്ള ധൈര്യം തന്നത് ക്രിസ്തുയേശുവിന്റെ ക്രൂശിത മരണത്തിലൂടെയാണ്. ദേവാലയത്തിന്റെ മേൽ തൊട്ട് താഴോട്ടുള്ള ആ പുതുവഴി നമുക്ക് തുറന്നു തന്നെങ്കിൽ, ആ തിരശ്ശീല കീറി തുറന്നു തന്നെങ്കിൽ, അത് എന്തിനു വേണ്ടിയാണ്? ദൈവസന്നിധിയിൽ നമുക്ക് കടന്നു ചെല്ലാനുള്ള സ്വാതന്ത്ര്യമാണ് നമുക്ക് തുറന്നു തന്നത്. ഒരു ദൈവ പൈതൽ ഏത് സമയത്ത് വേണമെങ്കിലും കർത്താവിന്റെ അടുക്കിലേക്ക് കടന്നു പോകാൻ അവന് കഴിയും. യേശുക്രിസ്തുവാണ് ദൈവത്തിലേക്കുള്ള പുതുവഴി. വേറെ ആരുമല്ല, യേശുവിലൂടെയാണ്. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്ക് വേണ്ടി നൽകിയ ഒറ്റ നാമം, അത് ഹിന്ദുവായാലും മുസൽമാനായാലും ഏത് മതത്തിൽപ്പെട്ട മനുഷ്യനായാലും രക്ഷപ്പെടണമോ ഒറ്റ നാമമേ ഉള്ളൂ, യേശു എന്ന നാമം. നമുക്ക് പ്രാർത്ഥിക്കുവാനും ദൈവത്തോട് വിളിച്ച് അപേക്ഷിക്കുവാനും സ്വാതന്ത്ര്യം തന്ന നാമമാണ് യേശുവിൻ്റെ നാമം. നമുക്ക് ശങ്കയില്ലാതെ മടിയില്ലാതെ കർത്താവിൻ്റെ കൂടെ കടന്നു പോകാനുള്ള ധൈര്യം തന്നതാ കർത്താവ് യേശു. എങ്ങനെയാണ് നമുക്ക് നൽകിയതെന്ന് അറിയണ്ടേ? യേശുക്രിസ്തുവിന്റെ രക്തത്തിലാണ് വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനവും ധൈര്യവും സാധ്യമായത്. എങ്ങനെയാ? കാൽവരിയിൽ യേശുവിന്റെ ക്രൂശിത മരണത്തിലൂടെയാണ്. നമ്മളിങ്ങനെ ചിന്തിക്കുകയല്ലേ, ഒരാൾ മരിച്ചാൽ നമുക്ക് എങ്ങനെയാണ് പ്രവേശനം കിട്ടുക എന്നത്? നമുക്ക് എങ്ങനെയാണ് പ്രവേശനം നിഷേധിച്ചതെന്ന് ആദ്യം നമ്മൾ ചിന്തിക്കണ്ടേ? എന്തുകൊണ്ടാണ് ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശനം നിഷേധിക്കപ്പെട്ടത്? ആദ്യ മാതാപിതാക്കളായ ആദത്തിനും ഹവ്വായ്ക്കും ഏദൻ തോട്ടത്തിൽ ദൈവത്തോടുകൂടെ ഉലാത്തുവാൻ ദൈവം അവസരം കൊടുത്തു, ഭാഗ്യം കൊടുത്തു. അവർ കർത്താവിനോട് കൂടെ ആയിരുന്നു അവർ യാത്ര ചെയ്തതും. പ്രിയമുള്ളവരെ, ദൈവം അരുതെന്ന് പറഞ്ഞത് ഭക്ഷിച്ചപ്പോൾ മുതലാണ് അവർക്ക് ദൈവമായിട്ടുള്ള ആ സ്വാതന്ത്ര്യം നഷ്ടപ്പെടാൻ ഇട വന്നത്. ആ സ്വാതന്ത്ര്യത്തിൽ നിന്ന് അവരെ ദൈവം മാറ്റിയത്. ആ സ്വാതന്ത്ര്യം യേശുക്രിസ്തുവിലൂടെയാ തന്നത്. എങ്ങനെ? യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം 32-ാം വചനത്തിൽ പറയുകയാണ്, പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരല്ലേ? കാരണം യേശുവിന്റെ ക്രൂശിത മരണത്തിലൂടെ നമുക്ക് നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യം, രക്തത്താലുള്ള പാപം, രക്തം ചൊരിഞ്ഞ് നമ്മുടെ പാപത്തിന് മോചനം തന്നിട്ട് നമുക്ക് പ്രവേശനം തന്ന് നമ്മളെ കർത്താവായ യേശുവിലൂടെയാണ് ദൈവസന്നിധിയിലേക്ക് നമ്മളെ അടുപ്പിച്ചതെങ്കിൽ, ഈ ഒരു പ്രവേശനം നമുക്ക് ദൈവം തന്ന ആ വലിയ ഭാഗ്യം നമ്മൾ അത് അനുസരിച്ച് വേണം കർത്താവിനോട് കൂടെ ജീവിക്കാൻ. ഇവിടെ പുതിയ നിയമപ്രകാരം രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ എല്ലാവരും രാജകീയ പുരോഹിത വർഗമാണ്. പുതിയ നിയമപ്രകാരം രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്ന് ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ച് ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ മുഴുവനും പറഞ്ഞ ശിഷ്യഗണങ്ങൾ യേശു പറഞ്ഞ വചനം കേട്ട് വിശ്വസിച്ച് കർത്താവിന്റെ പാതയെ പിന്തുടരുവാൻ സ്നാനമെടുത്ത് വിശുദ്ധിയും വേർപാടോടുകൂടെ കർത്താവിനോടുകൂടെ പിന്തുടരുവാൻ ഇടവന്നപ്പോൾ അവർ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ ഇടയായി. ഈ ഒരു പുതിയ നിയമ വഴിയാണ് ഇന്ന് ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും കർത്താവ് തന്നിരിക്കുന്നത്. ഇപ്പൊ നമ്മളത് മറച്ചു വച്ചിട്ട്
അത് അങ്ങനെയല്ല ഇതിങ്ങനെയാണെന്ന് പറഞ്ഞാലൊന്നും ബൈബിൾ പ്രകാരം ശരിയല്ല പ്രിയമുള്ളവരെ. ബൈബിളിനെ അനുസരിച്ച്, കർത്താവ് പറഞ്ഞ വചനത്തെ അനുസരിച്ച് വേണം കർത്താവിൻ്റെ കൂടെ ജീവിക്കുവാൻ. ജീവനുള്ള വചനമാ അവൻ പറഞ്ഞു ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ഉണ്ടായെങ്കിൽ, സുഖപ്പെടട്ടെ എന്ന് പറഞ്ഞപ്പോൾ സുഖപ്പെടും, മരിച്ചവൻ എഴുന്നേൽക്കട്ടെ എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കും. ഈ ജീവനുള്ള ദൈവമാണ് നമ്മുടെ കർത്താവ്. അവന്റെ വാക്ക് കേട്ടനുസരിച്ച് ഈ പ്രഭാതത്തിൽ കൂടെ പോകാനുള്ള ഒരു ഭാഗ്യം എനിക്ക് നീ തന്നല്ലോ കർത്താവെ എന്നോർത്ത് കർത്താവിന് നന്ദി പറഞ്ഞ് കൂടെ ജീവിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.